Video is for informational and educational purpose only. We do not guarantee any income. ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, പക്ഷെ കയ്യിൽ പൈസ ഒന്നുമില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇത് ഫുള്ളായിട്ട് കണ്ടു. നിങ്ങൾക്ക് ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെ ബിസിനസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതും 0 ഇൻവെസ്റ്റ്മെന്റിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഓഫ്ലൈനിൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ക്യാൻവ യൂസ് ചെയ്ത് നമുക്ക് പ്രിന്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഇതിലൂടെ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾക്ക് എങ്ങനെയാണ് ക്യാൻവ യൂസ് ചെയ്ത് അതും 0 ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റും, ഏജ് ലിമിറ്റോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു മൊബൈൽ ഫോൺ മാത്രം മതി, ലാപ്ടോപ്പ് വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു എഡിറ്റിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, അല്ല അതില്ലെങ്കിലും അതും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതുപോലെ തന്നെ ഒരു 3 മെത്തേഡ് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ഒരു ബിസിനസ് മോഡൽ ചെയ്യാനായിട്ട് 3 മെത്തേഡ് പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ബിസിനസ് മോഡൽ ചെയ്യാൻ പറ്റും അത് ഞാൻ പറയുന്നത് വീഡിയോ ഫുൾ ആയി കണ്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ട്, ചോദിക്കാണ്ട് മറക്കണ്ട, അത് കമന്റ് രേഖപ്പെടുത്താൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ആയിട്ട് മെന്റർഷിപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ജോയിൻ ചെയ്താലേ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാണ്ട് പറ്റുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചോദിക്കേണ്ട മറക്കട്ടെ. അതുപോലെ തന്നെ വല്ല വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട മറക്കട്ടെ, കമന്റ് ഒക്കെ മറക്കണ്ട. അപ്പൊ നമുക്ക് പറ്റുന്ന ആളുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് വീഡിയോ പോവാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചിലപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സിമ്പിൾ ആയിട്ട് ഞാൻ ക്യാൻവ യൂസ് ചെയ്ത്, അതായത് എങ്ങനെയാണ് ക്യാൻവ യൂസ് ചെയ്ത് ഒരു ബിസിനസ് മോഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കതിനകത്ത് ഏതൊരു മോഡലാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ഓൾറെഡി എഡിറ്റിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഉറപ്പ് വരുത്തുക, കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ വീഡിയോസുകളൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് ചോദിക്കാണ്ട് മറക്കണ്ട. അപ്പോൾ നമ്മളൊന്ന് റിസർച്ച് ചെയ്തതിനു ശേഷം നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് എന്താണ് ക്യാൻവ നോക്കാം. ക്യാൻവ എല്ലാ ഫ്രണ്ട്സും അറിയാമായിരിക്കും, വീഡിയോ എഡിറ്റേഴ്സിന് എല്ലാവർക്കൊക്കെ അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. ക്യാൻവ എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ഗ്രാഫിക് ഡിസൈൻ ടൂളാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ക്യാൻവ എന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ ഗ്രാഫിക് ഡിസൈൻ ടൂളാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കെന്താണ് നോളജ് ഇല്ലാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഡിസൈൻസ് തയ്യാറാക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ക്യാൻവ. അത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും, മൊബൈൽ ഫോണിലും ഒരുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് നമ്മുടെ ക്യാൻവയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാൻവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ടൂളാണ്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് നോളജിൻ്റെ ആവശ്യമൊന്നും വേണ്ട. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണും അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് തന്നെ ഇത് പോസ്റ്റേഴ്സ് തയ്യാറാക്കാൻ പറ്റും, തമ്പനെയിൽസ് തയ്യാറാക്കാൻ പറ്റും, അതുപോലെ റെസ്യൂമേഴ്സ് തയ്യാറാക്കാൻ പറ്റും, ഇൻസ്റ്റാഗ്രാം ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ വീടിന് ഫുള്ളായി കണ്ടാൽ മതി, മനസ്സിലാവുന്നതായിരിക്കും. മൊബൈൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്ത് സെയിം പോലെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ തമ്പനെയിൽസ് ക്രിയേറ്റ് ആക്കാൻ പറ്റും, റെസ്യൂമേ ക്രിയേറ്റ് ആക്കാൻ പറ്റും, ഇൻസ്റ്റാഗ്രാം ഡിസൈൻ, അതുപോലെ തന്നെ പോസ്റ്റേഴ്സ്, തമ്പനെയിൽസ്, ടെംപ്ലേറ്റ്സ് എല്ലാ സംഭവവും നിങ്ങൾക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ക്യാൻവ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് മാത്രമല്ല, വേറെ കുറേ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം പോസ്റ്റർ ഡിസൈനിങ് ആണ്. അത് നിങ്ങൾക്ക് ക്യാൻവ യൂസ് ചെയ്യാനായിട്ട് പറ്റും. യൂട്യൂബ് തമ്പനെയിലാണ് ക്യാൻവ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, സ്റ്റോറി ഇതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. റെസ്യൂമേ, CV ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പ്രസൻറ്റേഷൻ, അതുപോലെ തന്നെ ലോഗോ ഡിസൈൻ, ബിസിനസ് കാർഡ്സ്, ഡിജിറ്റൽ പ്രോഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഇതിലൂടെ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ലാസ്റ്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ക്യാൻവയുടെ ലീഡ്സും പറഞ്ഞുതരാം, എന്നിട്ട് ഏൺ ചെയ്യുന്ന കാര്യം ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻവയുടെ പ്രത്യേകതകളാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ക്യാൻവ യൂസ് ചെയ്ത് ഒരു ബിസിനസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വരുന്നത് എന്താണ്, ഈസി ടു യൂസ് ആണ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡാണ് നമ്മളെ ക്യാൻവയിലുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണിച്ചു തരാം. പിന്നെ എന്ന് വെച്ചാൽ റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് ആണ്, അത് ഞാൻ കാണിച്ചു തരാം. ഫ്രീ വേർഷൻ അവൈലബിൾ ആണ്. നമ്മൾ പ്രീമിയം എടുക്കുന്ന നിർബന്ധമില്ല, നിങ്ങൾക്ക് പ്രീമിയം ഫീച്ചേഴ്സ് വേണമെങ്കിൽ മാത്രം പ്രീമിയം എടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ക്യാൻവയിൽ ക്രാക്ക് വേർഷൻ ഒന്നും കയറ്റാണ്ട് പറ്റൂല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ PC, ലാപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത് അതേ നമുക്ക് മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. ക്യാൻവ അതായത് ഡിസൈൻ അറിയാത്തവർക്ക് പോലും നമുക്ക് പ്രൊഫഷണലായിട്ട് ഡിസൈനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ക്യാൻവ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഇനി നമ്മൾ എങ്ങനെയാണ് ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് മോഡൽ തയ്യാറാക്കുന്നത്. ഇപ്പം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ക്യാൻവയുടെ യൂസൊക്കെ ഇതാണ്. ക്യാൻവ യൂസ് ചെയ്ത് നമുക്ക് പോസ്റ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും, യൂട്യൂബ് തമ്പനെയിൽ ചെയ്യാനായിട്ട് പറ്റും, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, റെസ്യൂമേ, പ്രസൻറ്റേഷൻ, സ്ലൈഡ്സ്. അപ്പം നമ്മുടെ നിങ്ങളിപ്പോൾ പോസ്റ്റ് ഡിസൈനൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പോസ്റ്റ് ഡിസൈൻസ് നിങ്ങൾക്ക് പല ആൾക്കാർക്ക് സെല്ലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോർ കാണാൻ പറ്റുമല്ലോ. എക്സാമ്പിൾ എപ്പോഴും കാണിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ ക്രോം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബ്രൗസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിസിനസ് മോഡൽ കാണിച്ചിട്ടാണ് ഞാൻ ഷോപ്പ് നിയർ മീ എന്ന് അടിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നിങ്ങളിങ്ങനെ അടിച്ചാൽ നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ.
ആ സ്റ്റോറിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. അതിനകത്ത് ജിമ്മ് കാണും, അതുപോലെ തന്നെ എന്താണ് ഫുഡ് സ്റ്റോർ കാണും, ഫുഡ് ഷോപ്പ് കാണും, ഹോട്ടൽ കാണും, അങ്ങനെ പല പല സംഭവം കാണും. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റ് ഡിസൈൻ എന്താ ആവശ്യമുണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് അവരെ ലിസ്റ്റിംഗ് തയ്യാറാക്കിയതിന് ശേഷം നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുക്കാം. ഇൻസ്റ്റാഗ്രാം എടുത്തതിന് ശേഷം അവരുടെ സ്റ്റോറും സെർച്ച് ചെയ്യുക. അതിനകത്ത് എത്ര പേരാണ് ആക്റ്റീവ് അല്ലാത്തത് നിങ്ങൾ നോക്കുക. ഓക്കെ, ബിലോ 1000 ഫോളോവേഴ്സ്, ബിലോ 5K ഫോളോവേഴ്സ്, ബിലോ 100 ഫോളോവേഴ്സ്, അവരെത്ര പേരാണ് പോസ്റ്റൊക്കെ ഡെയിലി അപ്ലോഡ് ആക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ എന്താണ് അവരെ ആ ഒരു സ്റ്റോറിൻ്റെ പേര്, സ്റ്റോറിൻ്റെ ലോഗോ ഒക്കെ വെച്ച് ഒരു ഡിസൈൻ ക്രിയേറ്റ് ആക്കുക. ഫുഡ് സ്റ്റോർ ആണെങ്കിൽ ജസ്റ്റ് ഫുഡ് ഷോപ്പിൻ്റെ തന്നെ ക്രിയേറ്റ് ആക്കുക. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ക്യാൻവ അല്ലാതെ രീതി ഞാൻ എടുത്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് നമുക്ക് റെഡിമെയ്ഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഫുഡ് സ്റ്റോർ ആണുള്ളത് നോക്കിയോ. അപ്പോൾ ഫുഡ് ഷോപ്പ് ഞാൻ അടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് അല്ലാതെ വരും. ഇതാ കാണാൻ പറ്റുമല്ലോ, ഒരുപാട് ടെംപ്ലേറ്റ്സ് വരും. ആ ഒരു എന്താണ് ഫോട്ടോ, അതായത് അവരുടെ ആ ഒരു സ്റ്റോറിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ലോഗോ വയ്ക്കുക, അവരൊരു ഏതെങ്കിലും ഫുഡിനെ വയ്ക്കുക. എന്നിട്ട് എന്താണ് അവരുടെ കോൺടാക്ട് നമ്പർ ഇങ്ങനെ വെച്ചിട്ട് അവർക്കൊന്ന് DM ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ഫുള്ള് തയ്യാറാക്കി തരാം. ഡെയിലി നിങ്ങൾക്ക് പോസ്റ്റ് തരാം. മിനിമം അതിന് പ്രതിഫലമായിട്ട് എന്താണ് എനിക്ക് ഡെയിലി അല്ല, ഒരു മന്ത്ലി ഇന്നൊരു ചെറിയ എമൗണ്ട് തന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പറയാം ഏകദേശം 2000, നിങ്ങൾക്ക് 2K ഒക്കെ വാങ്ങിക്കാൻ പറ്റും. നിങ്ങളുടെ പോസ്റ്റേഴ്സ് നിങ്ങൾ അത്രമാത്രം പ്രൊഫഷണലായി ക്രിയേറ്റ് ആക്കിയാൽ അറ്റ്ലീസ്റ്റ് ഒരു 2K ഒക്കെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റുന്നതായിരിക്കും. നല്ലൊരു ബിസിനസ് മോഡലാണ്, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നല്ലൊരു DM ചെയ്യുക, നല്ലൊരു ക്വാളിറ്റി DM ഒക്കെ ചെയ്യുക. അതായത് നല്ലൊരു പോസ്റ്റർ ക്രിയേറ്റ് ആക്കിയതിന് ശേഷം അവർക്ക് DM ചെയ്യാം. അപ്പോൾ എന്താണ് അവർ കണ്ട് പോസ്റ്റർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒരെണ്ണത്തിന് മാത്രം ചെയ്യരുത്. അതായത് നിങ്ങളിപ്പം ഒരു 5-6 സ്റ്റോറിനൊക്കെ, ഒരു 10 സ്റ്റോറിനൊക്കെ ഡെയിലി നിങ്ങൾ മെസ്സേജ് അയച്ച് നോക്കാം. ഫസ്റ്റ് തന്നെ എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് അയക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് വിത്ത് എക്സാമ്പിളായിട്ട് നിങ്ങൾ നല്ലൊരു DM അയച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ മെയിനായിട്ട് നമുക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ യൂട്യൂബ് തമ്പനെയിൽ ഉണ്ട്, പല പല യൂട്യൂബേഴ്സ് ഉണ്ട്, പല പല എന്താണ് ഗെയിമിങ് ചെയ്യണവരുണ്ടല്ലോ, പല പല ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് അവർക്ക് തമ്പനെയിൽ ചെയ്യാനായിട്ട് വല്ല അറിയില്ല. അപ്പോൾ എന്താണ് നമുക്ക് ക്ലിക്കബിൾ ആയിട്ടുള്ള തമ്പനെയിലെ ക്രിയേറ്റ് ആക്കാൻ പറ്റുകയും അവരൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് പറയാം നമുക്ക് ഇത്ര ഒരു മാസം കൊളാബറേഷൻ ചെയ്യാം എന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അങ്ങനെ DM അയക്കാൻ പറ്റും. പിന്നെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, സ്റ്റോറി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റെസ്യൂമേ. ഓക്കെ, സോ ഇതിനൊക്കെ ഒരുപാട് ആൾക്കാർ കാണും റെസ്യൂമിങ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരെയൊക്കെ അപ്രോച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ സ്ലൈഡ്സ് ഉണ്ട്, പിന്നെ ലോഗോ ഡിസൈനിങ്. ഓക്കെ, ഒരുപാടധികം ഫ്രീലാൻസ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിനൊക്കെ ആവശ്യമാണ് ഈ ലോഗോ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ. നിങ്ങളൊരു പ്രൊഫഷണൽ ലോഗോ ഡിസൈനറൊക്കെ ആണെങ്കിൽ ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് സിമ്പിളായിട്ട് ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ അവർക്ക് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. പിന്നെ ബിസിനസ് കാർഡ്സ്, ഒരുപാട് ബിസിനസ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ബിസിനസ് കാർഡ്സിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ സെർച്ച് നിങ്ങൾക്കിപ്പോൾ എന്ത് ആവശ്യമാണെങ്കിലും നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻവയിൽ വരുന്നതായിരിക്കും. ബിസിനസ് കാർഡ്സ് അടിച്ചാൽ അപ്പം തന്നെ വരുന്നതായിരിക്കും. ഒരുപാടധികം സംഭവം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതാണ് ആവശ്യമാണെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊഫഷണലായിട്ട് അവർക്കൊന്ന് ക്രിയേറ്റ് ആയി കൊടുത്താൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയൊരു എമൗണ്ടാണ് കിട്ടുന്നത്, ചെറിയ എമൗണ്ട് വലിയൊരു എമൗണ്ടാണ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ക്യാൻവ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മെയിനായിട്ട് നമുക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് ഇറക്കാനായിട്ട് പറ്റും. സോ നമ്മൾ ഇതിൻ്റെ ഡിജിറ്റൽ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ഓട്ടോമേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓട്ടോ എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ, അതായത് ഡിജിറ്റൽ പ്രോഡക്റ്റിൻ്റെ ഒരു ഫുൾ ലോങ് വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ആക്കിയാൽ മതി. ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് പാട്ട് കണ്ടു നോക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലല്ലോ ക്യാൻവയുടെ മെയിൻ പാർട്സും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത് ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ബുക്ക് വരുന്നുണ്ട്, കോഴ്സ് വരുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്, എല്ലാ സംഭവമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കോഴ്സ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ബുക്ക്, ഒരു പ്രോബ്ലം സോൾവിങ് ബുക്ക് ആക്കാൻ പറ്റും. ലാൻഡ് സൈറ്റൊക്കെ ഉള്ളവർക്ക് അതൊരു കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ബുക്ക് നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ ഇത് സെല്ലാക്കാൻ പറ്റും. സെല്ലാക്കാൻ നമുക്ക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് സെല്ലാക്കാൻ പറ്റും. സോ ഞാൻ വെബ്സൈറ്റ് ഇല്ലാതെയൊക്കെ സെല്ലാക്കാൻ വേണ്ട സംഭവം വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് നിങ്ങൾക്കൊരു ബുക്ക് തയ്യാറാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സൊക്കെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു. നിങ്ങൾ നേരെ നിങ്ങളുടെ ബ്രൗസർ എടുക്കാം. അതിനുശേഷം നിങ്ങൾ എന്താണ് എഡ്സിയിൽ നിന്ന് ടൈപ്പ് ചെയ്യുക. അതൊരു ഓൺലൈൻ സ്റ്റോറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഫ്രണ്ട്സ്, ഇതാണ് എഡ്സിയും കാര്യങ്ങളൊക്കെ. നമ്മുടെ പ്രോഡക്റ്റൊക്കെ നമുക്കിവിടെ സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം മാത്രം എടുത്താൽ മതി. എഡ്സിയിൽ നമുക്ക് സെല്ലർ അക്കൗണ്ടൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബുക്കാണ് നമുക്ക് വേണ്ടത്. ബുക്ക് നമ്മൾ അടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ബുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം പ്രോബ്ലം സോൾവിങ് ബുക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കാണാൻ പറ്റും ഏകദേശം 7 ലക്ഷത്തിനൊക്കെ ബുക്ക് ബണ്ടിലാണ് ഉള്ളത്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗൈഡ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് 4.5 സ്റ്റാർ റേറ്റിംഗ്സ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് കാണാൻ പറ്റും, ഇതിൻ്റെ ബയേഴ്സ് കാണാൻ പറ്റും. അങ്ങനെയെങ്കിൽ നോക്കി ഐഡിയാസും കളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതെല്ലാം പ്രോബ്ലം സോൾവിങ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ബുക്കാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ChatGPT നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ് നമ്മൾ ഗീവ് മീ സം പ്രോബ്ലം സോൾവിങ് ബുക്ക് എക്സാമ്പിൾസ് അടിക്കുക. എന്നിട്ട് ഫോർ സെൽ
എന്താണ് ഓൺലൈനിൽ നിന്ന് അടിക്കുക. അപ്പോൾ ഇത്ര മാത്രം അടിച്ചാൽ മതി. അപ്പോൾ ചാറ്റ് ജി പി ടിക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുറേ അധികം എക്സാമ്പിൾസ് ചാറ്റ് ജി പി ടി തരുന്നതായിരിക്കും. സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഐഡിയ വെച്ച് നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അവന് പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിങ് എക്സാമ്പിൾസ്, പ്രോബ്ലം സോൾവിങ് ഗൈഡ്, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്കിൽസ് ഒക്കെ അവരതിന് ഐഡിയ തരുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ചെയ്യാണ്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെമിനിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കും. കേസ് ഇതൊക്കെ പല പല ബിസിനസ് മോഡലാണ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ഡിസൈൻ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ അടിക്കുക, നിയർ മീ, ഷോർട്ട് നിയർ മീ എന്ന് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംഭവം വരുന്നതായിരിക്കും. ജസ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കുക, ഇൻസ്റ്റാഗ്രാമിൽ നോക്കുക, അവർ എത്ര പേരാണ് ആക്റ്റീവായിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്ന ശേഷം അവർക്ക് DM ൽ അയക്കുക. പിന്നെ എന്താണ് നമ്മൾ വരുന്നത്, നമുക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റാണ്, അത് നിങ്ങൾ എക്സീഡ് നോക്കുക. ഇപ്പം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുള്ളത് ആ ഒരു ബുക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെംപ്ലേറ്റ് അടിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ടെംപ്ലേറ്റിൻ്റെ ID നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി ചോദിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പല പല സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ എനിക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ കേസ് അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ബുക്കിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ തയ്യാറാക്കി കാണിച്ചിട്ടാണെങ്കിൽ നമുക്ക് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമുക്ക് സെറ്റാക്കാം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സെറ്റ് ആക്കത്തുള്ളൂ. കാരണം നമ്മൾ ഇത്രയും ചെയ്യുന്ന വീഡിയോ ഒക്കെ കുറച്ച് ടഫാണ്. അപ്പോൾ ഞാൻ ബുക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അതായത് ബുക്കിൻ്റെ ID ഒരുപാട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്യാൻവ ഞാൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ലോഡ് ആവാൻ ടൈം എടുക്കും. അതിനുശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിത് ഫുൾ കവർ ആവുന്നതായിരിക്കും. ഇത് നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റും. ഡിലീറ്റ് ആക്കുക, ഇതുകൊണ്ട് ഡിലീറ്റ് ആക്കുക. അതിനുശേഷം ഈ ഒരു ഫോട്ടോ ഡിലീറ്റ് ആക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിങ്ക് ചെയ്യാനായിട്ട് സംഭവമാണ്. ഇതൊക്കെ അങ്ങ് ഡിലീറ്റ് ആക്കി കൊടുക്കുക. എല്ലാം അങ്ങ് ഡിലീറ്റ് ആക്കുക. അതിനുശേഷം ഇവിടെ എന്താണ്, ഇവിടെ നിങ്ങളുടെ പിക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ആക്കാൻ പറ്റും. വേറെ കുറേ ടെക്സ്റ്റൊക്കെ വരുന്നുണ്ട്, അങ്ങനെ ഡീറ്റെയിൽ കൊടുത്താൽ മതി. പിന്നെ പേജിനായിട്ട് ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ മറിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പേജ് ഇങ്ങനെ ആഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അതൊക്കെ പല സംഭവം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ അപ്ലോഡ് സെക്ഷൻ ഉണ്ട്. അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ ഗാലറിയിലെ ഇമേജ് ഇവിടെ നിങ്ങൾക്ക് എന്താണ് സെറ്റാക്കാൻ പറ്റും. പിന്നെ അടുത്ത പേജിലൊക്കെ അടുത്ത സെറ്റാക്കാൻ പറ്റും. അങ്ങനെ തന്നെ സെറ്റാക്കാൻ പറ്റും. പിന്നെ ഡൗൺലോഡ് ഓപ്ഷൻ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത ശേഷം PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ കേസ് നമ്മുടെ ക്യാൻവയുടെ ബിസിനസ് മോഡലും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സെല്ല് ചെയ്തുകൊണ്ട് അത്യാവശ്യം ബിസിനസ് മോഡൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് പാസീവ് ഇൻകം ജനറേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡൗൺലോഡ് ചോദിച്ചാൽ മതി. ഡിജിറ്റൽ ബോർഡിൻ്റെ ബിസിനസ് ആണ് അല്ലെങ്കിൽ ക്യാൻവയുടെ ബിസിനസ് ആണ്, ഇതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ വീഡിയോ അതിൻ്റെ ഇപ്പോൾ സമയമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടാൻ തോന്നുന്നു, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ മെൻറ്റർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് ഡൗട്ടൊക്കെ ചോദിക്കാൻ പറ്റും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല ബെനിഫിറ്റുകളൊക്കെ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൽ മികച്ച അടുത്തിടയ്ക്ക് വീണ്ടും കാണാം. സീ യു ഗൈസ്. ഗൈസ് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് മാക്സിമം സെല് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. കംപ്ലീറ്റ് ജനറേറ്റ് മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ആർക്കും വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വീട്ടിൽ നിങ്ങൾക്ക് അത്യാവശ്യം ടൈമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്രിയേറ്റീവ് അനുസരിച്ചൊക്കെ സെല്ലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരോടെങ്കിൽ അവർക്ക് ഷെയർ ആയിട്ട് മറക്കണ്ട. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ മികച്ച അടുത്ത വീണ്ടും വരുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ കാണാം.